ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ദിവസമാണ്. സോ ആ സ്പെഷ്യൽ ദിവസം നിങ്ങളായിട്ടും ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്, ഒരു പ്രൊഫൈൽ ഷൂട്ട്. ബിക്കോസ് ഞാനിത് ഭയങ്കര സ്പെഷ്യലാണെന്ന് പറയാൻ കാരണം ഞാനിതിന് മുമ്പ് ഇങ്ങനത്തെ ഷൂട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയി നിൽക്കുമ്പോൾ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സമയങ്ങളിൽ ഞാൻ ഷൂട്ടോ കാര്യങ്ങളോ ഇങ്ങനെ പ്രൊഫൈൽ ഷൂട്ടിന് കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകാറാണ് പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഷൂട്ട് എനിക്ക് വളരെ സ്പെഷ്യലാവാൻ കാരണം മഹാദേവൻ തമ്പിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഞാൻ ലൈഫിൽ അങ്ങനെ കോട്ട് സൂട്ട് സാധനങ്ങളൊക്കെ അന്ന് ബിഗ് ബോസിൻ്റെ എൻട്രിക്കാണ് ഞാനൊരു എന്താ പറയുക ബ്ലേസർ ടൈപ്പ് സാധനമൊക്കെ ഇട്ട് പോയിട്ടുള്ളത്. അല്ലാത്തപ്പോൾ ഞാൻ അങ്ങനത്തെ എന്താ പറയുക അങ്ങനെ ഡ്രസ്സിങ്ങിൽ അത്ര കെയർ ചെയ്യുന്നൊരു മനുഷ്യനൊന്നും അല്ല. കണ്ണ് കാണുന്ന സാധനങ്ങൾ, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, ഒറ്റയടിക്ക് കാണുന്ന സാധനങ്ങൾ അതിനെ എടുത്തിട്ട് ഇട്ടിട്ട് പോവുക. അതെങ്ങനെ അത് മാച്ച് ചെയ്യാം, ഡ്രസ്സ് എങ്ങനെ, നമുക്ക് ഡ്രസ്സിങ് സെൻസ് ഇല്ല, സീറോ ആയിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നതും. ഓക്കെ, ഡ്രസ്സിങ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണെന്നൊക്കെ ആലോചിച്ച് തുടങ്ങുന്നത് ഇപ്പോഴാണ്. ആൻഡ് ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഷൂട്ടിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസിന് ഇറങ്ങിയൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല നമുക്ക്, അതിൻ്റെ മുകളിലാണ് പോയി കയറുന്നത്. എനിക്ക് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യാൻ പണ്ടും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കുറവുണ്ടാവും. ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് കിട്ടിയതാണ് ചില കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ക്രൗഡിനൊക്കെ പുറത്തിറങ്ങുമ്പോൾ അഡ്രസ്സ് ചെയ്യാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും ആ ഷോവിനകത്ത് നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺഫിഡൻസിൻ്റെ മുകളിലാണ് അങ്ങനെ ചോദിച്ചു. ഞാൻ അപ്പം തന്നെ റെഡി, നോക്കിയിട്ട് കാര്യമില്ല, ഇനി എന്തൊക്കെ ലൈഫിൽ ചെയ്യാത്തതായിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. സോ അതാണ് ഒരു എന്താ പറയുക മെയിൻ സംഗതി. ഇനി അങ്ങോട്ട് ലൈഫിൽ ഞാനത് നോക്കാൻ പോകണം. മെയിനായിട്ട് ഞാൻ ഇതിന് മുമ്പ് ബിഗ് ബോസിൻ്റെ മുമ്പ് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ മടിച്ചിരുന്നു, വേണ്ടാന്ന് പറഞ്ഞിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം മനസ്സിനകത്ത് കിടക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ കൊച്ചിയിലാണുള്ളത്. നമ്മൾ ആ ഹോയിസ്കാറിൻ്റെ ഫ്ലോറിൽ വെച്ചിട്ടാണ് ഷൂട്ട് നടക്കുന്നത്, എളമക്കര. ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് റൂമിൽ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങണം, സമയം ഓൾറെഡി വഴുകി എന്നാണ് അവർ പറയുന്നത്. മെല്ലെ ഇറങ്ങി പോയിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. പോണ വഴിക്ക് എന്തായാലും ഫുഡ് അടിക്കണം, ഫുഡ് മസ്റ്റാണ്. അപ്പോൾ ഫുഡൊക്കെ അടിച്ച് നേരെ അവിടെ ഫ്ലോറിൽ ചെന്ന് അവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കണം. മേക്കപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി, മേക്കപ്പിൻ്റെ മാ പോലും കേൾക്കുന്നത് സീനാണ് എനിക്ക്. ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്നതിന് മുമ്പ്, ഒരു ഫ്ലോറിൽ കയറുന്നതിന് മുമ്പ് മേക്കപ്പ് ഇട്ടപ്പോൾ ഞാൻ തുടച്ച് കളഞ്ഞിട്ടൊക്കെയാണ് കയറിപ്പോയത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ എന്താണ് പരിപാടികളും പഠിക്കണമല്ലോ, അറിയണമല്ലോ എന്താണിത് സംഗതികൾ, ഇങ്ങനെയാണിത് എന്നൊക്കെ അറിയാൻ ഭയങ്കര താല്പര്യം, ആ ക്യൂരിയോസിറ്റി ഭയങ്കരമാണ്. സോ എന്താണെങ്കിലും പോയിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടിടാം. ആൻഡ് നാളത്തെ ദിവസം, ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലാണ്. സിജു നന്ദനൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ എന്താണെങ്കിലും ഷൂട്ട് ചെയ്യാം. ഞങ്ങളും പോവുകയാണ്, ഞങ്ങളും തിരിച്ചു പോവുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. വേറൊരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെൻ്റ് ആണ് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് ഫസ്റ്റ് കയറിയപ്പോൾ അതിനേക്കാൾ എക്സൈറ്റഡ് ആണ് ഇപ്പോൾ നമ്മൾ തിരിച്ച് കയറാൻ പോകുന്നൊരു സിറ്റുവേഷനിൽ, അതും ഫിനാലൊക്കെ ആവുന്നൊരു സിറ്റുവേഷനിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്കൊരു ബാഗേജ് ഒന്നും ഇല്ല ഇനിയിപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് പോകുമ്പോൾ, കണ്ടസ്റ്റൻറ്റ് ബാഗേജ് ഒന്നുമില്ല. നമ്മൾ പോകുന്നു, ഫ്രണ്ട്സ് ആവുന്നു, അടിച്ചു കുടിക്കുന്നു, അവിടെ ഫിനാലെ കഴിയുന്നു. ആ ഒരു വൈബിലേക്ക് നമ്മൾ ഓൾറെഡി മൈൻഡ് സെറ്റൊക്കെ വന്ന ആ ഒരു മൂഡിലാണ് നിൽക്കുന്നത്. പ്ലസ് ഷൂട്ടും എന്താണെങ്കിലും ബാക്കി ഞാൻ അവിടെ ഫ്ലോറിൽ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷൂട്ട് നടക്കാൻ പോകുന്ന ലൊക്കേഷൻ്റെ മുതലാളിയായ ഹോയിസ് ബൈ ഇതാവുന്നു. ഞാനും വേസ്കിങ് കുറേ കാലത്തെ റിലേഷനാണ്. മാക്സോ ക്രിയേറ്റീവ്സിൽ വെച്ചാണ് ഷൂട്ട് നടക്കുന്നത്. ഇത് ഇന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹായ് 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 ഹായ്. ഞാനേ വ്ളോഗ് എടുക്കുന്നത്, നമ്മൾ ഷൂട്ട് ചെയ്യുന്നല്ലേ. ആണല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ മഹാദേവൻ തമ്പിച്ചേട്ടൻ്റെ അസിസ്റ്റൻസ് ആണ്. അപ്പോൾ അവരോട് ഒരു സൈഡിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പോവാം. അയ്യോ ഇതൊക്കെ വെച്ച് മറന്ന്. ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം കിട്ടിയ ആകെ മുതൽക്കൂട്ടാണ് മറവി. എല്ലാ സാധനവും വെച്ച് മറക്കും. ഓക്കെ, നേരെ പോരട്ടെ. യെസ്. ഹായ് ബ്രോ. ഹായ് സായി. അപ്പോൾ ഇതാണ് ഫ്ലോർ. ഓക്കെ, ബാക്കി എന്താണെന്നുള്ളത് വഴിയെ കാണിച്ചു തരാം. എനിക്കിതിനെക്കുറിച്ച് വലിയ പിടുത്തൊന്നുമില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത്രയും വലിയ മേക്കപ്പ് ടേബിളിൻ്റെ മുന്നിൽ
ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. സീരിയസ് ആയിട്ട് പറയാം, ഇത്രയും വലിയൊരു മേക്കപ്പ് ടേബിളിൻ്റെ മുന്നിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. ബ്രോ ഒരു പരിചയമില്ല, ഒരു പിടുത്തമില്ല. ലാസ്റ്റ് വട്ടം ബിഗ് ബോസിൽ ക്യാരമലിൻ്റെ അകത്തുനിന്ന് അവർ ടച്ചപ്പ് ചെയ്ത് തന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് ഞാൻ തന്നെ ടിഷ്യൂ എല്ലാം തുടച്ചത്. ഇതിട്ടും ശരിയല്ല, ഒരു രക്ഷയില്ല കേട്ടോ. മേക്കപ്പ് കിട്ടില്ല. അതിനകത്ത് പിന്നെ അവര് ലിപ്സ്റ്റിക് ഇട്ട് എന്തൊക്കെയോ ചെയ്ത് കോമളിത്തരം കാണിച്ചല്ലാതെ പ്രൊഫഷണലി സാധനം എങ്ങനെ ചെയ്യണം നോ ഐഡിയ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇരുന്ന് തരാം, നിങ്ങൾ എന്താ ചെങ്കിൽ ചെയ്തോ. ഓക്കെ. ഓ ലെങ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സീനായിരിക്കും. പണ്ട് മറ്റേ ലെങ്സ് കിട്ടില്ലേ 800 രൂപയ്ക്കൊക്കെ ഒരു ഒറ്റവട്ടം ട്രൈ ചെയ്യുന്ന സാധനം. എനിക്ക് തോന്നുന്നത് ഇല്ല, അത് ഇത് വേണ്ട, +2 വേണ്ട. പണ്ട് +2 ഒക്കെ കഴിഞ്ഞിട്ട് സൂമോട്ടാക്കണ. പണ്ട് +2 ഒക്കെ കഴിഞ്ഞ ടൈമിൽ സ്നേഹാനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണിൽ ലെൻസ് വെച്ച് പോയി. അത് എന്നിട്ട് ഒറ്റവട്ടം ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് 5-6 വട്ടം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളത്തിൽ നീറി കണ്ണ് പോയി. പിന്നെ ഒരു വൃത്തിയായിട്ട വീഡിയോ പണ്ട് കണ്ട് ലെൻസ് ഇട്ട് കണ്ണൊക്കെ ചോദിഞ്ഞ അതോടുകൂടി ആ പരിപാടി ഓർത്ത് പിന്നെ ഇട്ടിട്ടില്ല. അതിപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ്. മിക്കവാറും ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആവും എനിക്ക്. അയ്യോ ഇത് കണ്ണ് ഫുള്ളടിച്ചു പോയി. കീറിയിട്ടും പാടില്ല, കുഴപ്പമില്ല. ഇത് ഞാൻ മങ്ങുമോ? 5 പോവല്ലേ? ഓ സമ്മതിക്കണം, ലെൻസ് കിട്ടി കിടക്കുന്നവരെ. അയ്യോ ഇത് ശരിക്കും ഇപ്പോ ലെൻസ് വെച്ചാൽ തന്നെ അറിയില്ല, പിന്നെ ഗ്ലിസറിന്റെ ആവശ്യമില്ലല്ലോ. ഹലോ, ഞാനിവിടെ പറഞ്ഞ് തള്ളിക്കൊണ്ട് ആദ്യമായിട്ടാണ് മനുഷ്യൻ ഷൂട്ട് ചെയ്യാൻ പോണേ. അതന്നെ നമുക്ക് വേണ്ടത്. ഒരു എക്സ്പീരിയൻസ് മോഡലിൽ ഷൂട്ട് ചെയ്യുന്ന ഞങ്ങൾ ഷൂട്ട് ഒരു ടെൻഷൻ വേണ്ട. ഒരു കോറ കിടപ്പല്ലേ, ബാക്കി നമ്മൾ സെറ്റ് ചെയ്യും. വിളിക്കില്ലേ? ഇതാണ് നമ്മുടെ തമ്പിച്ചേട്ടൻ. ഞാൻ എങ്ങനെയാവുന്നു നിങ്ങൾ ലാസ്റ്റ് കണ്ടു? ഞാൻ കണ്ട് പ്രവീൺ പരിചയപ്പെടുത്തി. ഇവിടെ പേര് ബ്ലെസ്സി. ഇവര് ക്യാമറ ഇങ്ങനെ എടുത്തോണ്ടേയിരിക്കും, കണ്ടിന്യൂസ് വർക്കിലാണ്. പർമൻ എഫക്റ്റ് ആണ് അവര്. ഇവിടെ വരുന്നു ഇത് സീനൊന്നുമില്ല. പിന്നെ ലിപ് ബാം ഇട്ടിട്ടില്ല. ചുണ്ടു കൂട്ടുമ്പോൾ നടക്കും വൈഫ് ലിപ് ബാം ആണെങ്കിൽ വേണ്ട റോഡിയത്. ലിപ് ബാം സ്നേഹം കാണണ്ട. സ്നേഹം ഉണ്ടെങ്കിൽ ആദ്യം അട്ടിട്ടിരിക്കും. അയ്യോ ചോര കണ്ടാ നടക്കാം. പൊളിക്ക് വീടിന് പെയിന്റ് അടിക്കില്ലേ? വീടിന് പെയിന്റ് അടിക്കുമ്പോൾ ആദ്യം പ്രൈമർ അടിക്കാം, പിന്നെ ബാക്കി ഒന്നും നോക്കിയില്ല. തമ്പിച്ചേട്ടന് കുറച്ച് ബിഹൈൻഡ് ദ ക്യാമറയും മേക്കപ്പിൽ അതാണ് ഷൂട്ടില്. അയ്യോ അതല്ലേ, ഈ ഷൂട്ടിലുള്ള എല്ലാവരും മേക്കപ്പ് ചെയ്യണം. ഇതാണ് ഇപ്പത്തെ ഒരു ഏകദേശം ലുക്ക്. ഞാനാണെന്ന് പറയുമോ? പ്രശ്നം കുറെയൊക്കെ മാറിയില്ലേ? അതിനെയാണ് ആക്ച്വലി മേക്ക് ഓവർ എന്ന് പറയുന്നത് അല്ലേ? ഞങ്ങൾ എപ്പോഴും മേക്ക് ഓവറിന് നമുക്കൊരു ശരിക്കും പറഞ്ഞ ഒരു ഹെസിറ്റേഷൻ തോന്നും. ഈ ലൈക്ക് അയ്യോ ഞാൻ ഒത്തിരി മാറിപ്പോയല്ലോ, അത് നോക്കരുത്. കാരണം നമ്മളൊരു ക്യാരക്ടറായിട്ട് മാറ്റുവാണ് നിങ്ങളെ.
എനിക്ക് ഹെസിറ്റേഷനാണ്. എനിക്കെന്താ അറിയോ, ഞാൻ ഭയങ്കര ഇത് ഈ ഒരു സംഗതി ഇത് എങ്ങനെയാന്ന് ഞാൻ രാവിലെ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞതാണ്. അതായത് ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. പേടി ഇൻ ദ സെൻസ് ഭയങ്കര പേടി. ഞാൻ ഒരു കംഫർട്ട് സോണിനകത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില സാധനങ്ങളൊക്കെ ഇപ്പോൾ മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രോനോട് അതാന്ന് പറഞ്ഞത്. മേക്കപ്പിൻ്റെ ടൈമിൽ എനിക്ക് ഈ മേക്കപ്പ് എന്ന് പറയുമ്പോൾ പണ്ടേ ഓടും. പണ്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തോ വലിയ സംഭവം ഉണ്ടായി എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പം എനിക്കിത് ഓക്കെ മേക്കപ്പ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് അറിയണം എന്ന് ഒരു കൂടുതൽ താല്പര്യം വരുമല്ലോ നമുക്ക്. ഇതിങ്ങനെ അറിയണം, ഇതിങ്ങനെയാണോ എങ്ങനെയാണ്, അത് ഇതുവരെ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യാത്ത സാധനങ്ങളൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള നമുക്ക് എല്ലാവർക്കും ആക്ച്വലി ഉണ്ടല്ലോ, പല വേർഷൻസ് ഉണ്ട്. എല്ലാവർക്കും ദൈവ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യുക. ഇതിനെ ഭയങ്കര ഓവർ ആക്കുമ്പോഴാണ് അത് പുട്ടപ്പായിട്ട് പുട്ടിയിട്ടപ്പോഴേക്ക് തോന്നുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അത്യാവശ്യം പ്രഭിനെ പോലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീൽ അല്ലാണ്ട് നിങ്ങളുടെ ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യാന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നോക്കുന്നത്. നിങ്ങൾ ഈ സായി ഇൻ ഫ്യൂച്ചർ ഇനി ഒരു ഫിലിമിലോട്ടൊക്കെ അഭിനയിക്കാനൊക്കെ പോകുവാണെങ്കിൽ റിവ്യൂ മാത്രം പോരല്ലോ, ഇടയ്ക്ക് ഞാൻ അഭിനയില്ല. മറ്റേ പരിപാടി ഏതറിയോ, കാശ് മുടക്കി പടം എടുത്ത് എന്റെ താല്പര്യം അതാട്ടോ. ഞാൻ സിനിമയ്ക്ക് എന്തെങ്കിലും ആയിട്ട് എനിക്ക് സിനിമ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് കാശ് മുടക്കി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാ പ്രൊഡ്യൂസേഴ്സ് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് ആണ് ലിസ്റ്റിൻ ചേട്ടനെ പോലുള്ള പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഇപ്പൊ നമുക്ക് ആർട്ടിസ്റ്റുകളെ പോലെ തന്നെ ഫെമിലിയർ ആണ്. ഭയങ്കര വാല്യൂ ആണ്, ഭയങ്കര ഫെമിലിയർ ആണ്. ഫേസ് വാല്യൂ അവർക്കും ഭയങ്കര കൂടുതലാണ്. എക്സാക്ട്ലി. മീഡിയാസ് സോഷ്യൽ മീഡിയ മൊത്തവും ലിസ്റ്റിൻ ചേട്ടനൊക്കെയാണ് നടന്നിരിക്കുന്നത്. പിന്നെ രസമല്ലേ ഒരു സംഗതി. ഒബ്വിയസ്ലി എക്സ്പീരിയൻസ് ചെയ്യണം. അതെ. അപ്പൊ ഇനി ബാക്കി കോസ്റ്റ്യൂമൊക്കെ ഇട്ടതിന് ശേഷം ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട്, പിന്നെ നമ്മുടെ വിജുവേട്ടൻ സ്വിഗ്ഗി ഡെലിവറി പോയി, ഇപ്പം സായി, അപ്പം സായിയുടെ എല്ലാം കോസ്റ്റ്യൂംസിന്റെ പുറകിൽ മെനിൻ ക്യൂ ആണ്. മെനിൻ ക്യൂ MG റോഡ്. അപ്പൊ നൗഷാദിനെ കാണിക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. ഞങ്ങൾ ഇതൊരു വ്ളോഗ് പോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. വ്ളോഗും ഇതാണ് നമ്മുടെ നൗഷാദ് ഭായ്. ഞാൻ ഫിനാലേക്ക് പോകുന്ന എൻട്രി ഡ്രസ്സും ഫിനാലെ ഡ്രസ്സും ഒക്കെ നമ്മുടെ മെയിൻ ക്യൂ എന്നാണ് എടുത്തിട്ടുള്ളത്. ഔട്ട്ഫിറ്റും ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കാണിക്കേണ്ട വെച്ചിട്ടാണ് പിന്നെ കാണിക്കുക. അവരെന്തായാലും പോസ്റ്റ് കഴിഞ്ഞിട്ടിടാം. അപ്പോൾ എൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നൗഷാദ് ഭായി ഇപ്പം എന്നോട് ലൈഫ് സ്റ്റൈലിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളെ സിജോ നന്ദനി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ റീ എൻട്രിക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് 3 പേർക്കും ഒരേ ടൈമിലാണ് ഫ്ലൈറ്റ് ഉള്ളത്. നൗഷാദ് ഭായി അവിടെ ഡ്രോപ്പ് ചെയ്തരാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നൗഷാദ് ഭായിൻ്റെ കാറിൽ കയറി പോകുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നേരെ ഷോപ്പിക്കാണോ അതോ? നേരെ ഷോപ്പിക്കല്ലേ. നൗഷാദ് ഭായി കാസർഗോഡാട്ടോ ഇവിടെ. നൗഷാദ് ഭായിൻ്റെ നൗഷാദ് ഭായിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. നമ്മൾ വിചാരിച്ച പോലെ ரொம்ப പെരിയ ആള് അല്ല. മെനിൻക്യൂ എന്ന് പറയുമ്പോൾ നിങ്ങളെ എത്ര പേര് കണ്ടിട്ടുണ്ട് എനിക്ക് അറിയില്ല. എനിക്ക് എല്ലാവർക്കും അറിയാം. നൗഷാദ് ഭായി ആരെന്നുള്ളത് പല സ്ഥലത്തും അങ്ങനെയാടാ. ഞാൻ പോയിട്ട് ഇങ്ങനെ മെനിൻക്യൂ നൗഷാദ് മെനിൻക്യൂ എന്ന് പറയുമ്പോ മെനിൻക്യൂലേക്കാണോ ഞാൻ നിങ്ങളെ മെനിൻക്യൂ കണ്ടിട്ടുണ്ട്, അറിയാം, കടയിൽ വന്നിട്ടുണ്ട്, അതൊക്കെ പറയും. പക്ഷെ ആളെ കാണുന്നത് ഇപ്പോഴായിരിക്കും. ഇതാണ് നമ്മുടെ മെനിൻക്യൂ നൗഷാദ് ഭായി. ഓക്കെ. ഞാൻ നേരെ ഇവിടെ ലൈഫ് സ്റ്റൈലിൽ എത്തിയിട്ടുണ്ട്. നേരെ കയറുന്നു, ഒരു വൈറ്റ് ഷൂ ഒരു ബൂട്ട് കൊടുക്കുന്നു, ഇറങ്ങി ഓടുന്നു, ഫ്ലൈറ്റ് പിടിക്കുന്നു, പോകുന്നു. ഞാനേ കഴിഞ്ഞ ഇപ്പോൾ ബിഗ് ബോസ് പോയ സമയത്തേ നിങ്ങൾ ഇവിടെ അറിയുള്ളൂ, ഞാൻ പോയിക്കൊണ്ട് കുഴപ്പമില്ല. ബിഗ് ബോസിൽ ആദ്യം പോയില്ലേ, ഫസ്റ്റ് എൻട്രിക്ക് പോയപ്പോഴേ ഫ്ലൈറ്റ് മിസ്സായി നേരെ വൈകിട്ട്. അയ്യോ. എന്നിട്ട് കാലിക്കറ്റിൽ നിന്ന് ഹൈദരാബാദിൽ പോയി, ഹൈദരാബാദിൽ നിന്ന് രാവിലെ ചെന്നൈ പോയി. അത് ശരി. അങ്ങനത്തെ മുതലാ. അപ്പൊ പിന്നെ ഫ്ലൈറ്റ് മിസ്സായി. രാത്രിയല്ലേ ഫ്ലൈറ്റ്? 7 മണിക്ക് 6 മണിക്ക് ചെക്ക് ചെയ്യണ്ട. മുമ്പേ പോകുന്നതല്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി നന്ദു സിജോന്റെ അടുത്ത് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. ശരി, ബൈ, കാണാം. അപ്പൊ ഞങ്ങൾ ലൈഫ് സ്റ്റൈലിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കാട്ടുതീയുണ്ട്, കേരളത്തിന്റെ പെങ്ങളൂട്ടിയുണ്ട്, പിന്നെ നമ്മള് വിനിച്ചേട്ടനുണ്ട്. യോ, കേരളത്തിന്റെ പെങ്ങളൂട്ടി എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണേ? ഷൂട്ട് ഭീകര ഷൂട്ട്. സോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിരിക്കുകയാണ്.
മോസ്റ്റ്ലി ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് കിട്ടില്ല. നന്ദനയുടെ ഫാൻ ബോയ് കൊച്ചി എയർപോർട്ടിലുണ്ട്. നന്ദന സിയുടെ അതെ ഫാൻ ബോയ് ഒരാള് ഉണ്ട്. അത് വിളിക്ക് ഫോണിൽ ചാറ്റ് ചെയ്യല്ല. അത് മറ്റതാ ചാറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സോറി മൈ ഡിയർ ഐ ലവ് യു ഉമ്മ. അപ്പൊ അതിൽ വീഴും കഴിഞ്ഞാൽ പിന്നെ ഫോൺ നോക്കിയിട്ട് കാര്യമില്ല. ആ ടിക്കറ്റ് ഒന്ന് എടുത്തേക്കും. ബാഡ്. അപ്പൊ ഞങ്ങൾ ഇപ്പോ കട്ട ബ്ലോക്കിലാണ് നിൽക്കുന്നത്. വിനു ബ്രോന്റെ ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ നോക്കാം. ഇല്ലേ നമുക്ക് ഇതിൽ ചെന്നൈ പോകും. ഇപ്പൊ ഇവിടെ വിടുന്നു ചെന്നൈക്ക്. പിന്നല്ല ഇപ്പൊ പോകും ഞങ്ങള് കാറിൽ പോകും. ഞങ്ങള് ഞങ്ങളെ ശരിക്കും അറിയട്ടെ. പിന്നെ അല്ല ഇത് സെക്കൻഡ് ഷെഡ്. ഇത് നിങ്ങൾക്ക് പുത്തരിയാവും, എനിക്ക് പുത്തരിയല്ല. ഞാൻ ഓൾറെഡി ഇങ്ങനെ ഫ്ലൈറ്റ് മിസ്സാക്കണം. അപ്പൊ ഓക്കെ ഗൈസ്, ഫ്ലൈറ്റ് കിട്ടുകയാണെങ്കിൽ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, കിട്ടിയില്ലെങ്കിലും അത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഫ്ലൈറ്റ് ഒക്കെ കയറാൻ നേരത്തെ വരും. കാരണം പിള്ളേർ വളരെ വൈകിയ വരികയാണ്. നന്ദനയും സിജൊക്കെ വളരെ വൈകിട്ടാണ് വരുന്നത്. എന്ത് നിങ്ങളിങ്ങനെ ചാറ്റാ നന്ദന സി നേരത്തെ വന്നൂടെ? ഒരു ഫ്ലൈറ്റ് കയറി ഇത്ര വൈകിയ വരിക? ഫ്ലൈറ്റ് വളരെ മോശമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. വളരെ മോശം. ഒരു ഫ്ലൈറ്റ് കയറാൻ ഒരു പ്രമുഖമായ ഷോയുടെ ഫൈനൽ നിങ്ങൾ ഇവിടെ വൈകിയാണോ വരുന്നത്? ഉത്തരവാദിത്തമില്ലാത്ത പിള്ളേര്. നിങ്ങൾ എന്തിന് ഇത്ര ഉത്തരവാദിത്തമുള്ള പിള്ളേരെ ഞാൻ കണ്ടിട്ടില്ല. സിജോയുടെ ചെട്ടിക്കഥ അത് കേൾക്കാൻ കുറെ എല്ലാരും മീഡിയക്കാരും ഉണ്ട്. ജഡ്ഡിക്കഥ പറയുന്ന സിജോയെ കേൾക്കാൻ ഇത്രയും ജനങ്ങളോ? ഓ മൈ ഗോഡ്, എന്തല്ലേ ജഡ്ഡിക്കഥ ഇത്ര ഫേമസാ? വെറും 4 ഷെഡ്ഡി വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് 30 ദിവസം ഓടിച്ച ആളാണ് സിജോ. അതാണ് സിജോ. ബൈ ദ വേ ഞങ്ങളെ ഫ്ലൈറ്റ് മിസ്സായി. 10:30 ഇനി വേറെ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകും. നന്ദനയുടെ മേക്കപ്പ് കാരണമാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് മിസ്സായത്. മാന്യമഹാജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇയാളെ തീറ്റക്കാരനാണ് ബിഗ് ബോസ്. ഇയാളെ തീറ്റക്കാരനാണ് ഫ്ലൈറ്റ് മിസ്സായത്. ഇയാളുടെ സിജോടി തീറ്റ മനുഷ്യൻ. സാധനം കയ്യിലുണ്ട്. സാധനം ഞങ്ങൾക്ക് കിട്ടി. ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ഫ്ലൈറ്റ് 10:30. ഇല്ല, ഇനി മിസ്സാവില്ല. അതെ, അത് നന്ദനയ്ക്ക് ടിക്കറ്റ് ഉണ്ടോ? നന്ദനെ ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറ്റില്ല എന്നാണ് പറഞ്ഞത്. നന്ദന പറഞ്ഞത് ഇൻഡിഗോ ഫ്ലൈറ്റിന് നീല കളർ ഉണ്ട്, വെള്ളയാണെങ്കിൽ മാത്രമേ കയറുന്നതാണ്. നമ്മള് ഗതാഗത മന്ത്രി. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഫ്ലൈറ്റ് ലാസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ പോട്ടെ. അങ്ങനെ കൊച്ചിൻ എയർപോർട്ടിലൂടെ തെരാപ്പര ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലൈറ്റും കൂടെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിനാലേക്ക് പോകുന്നില്ല. ഈ ഫ്ലൈറ്റ് കൂടെ മിസ്സായാൽ നമ്മൾ നടന്നു പോകാനുള്ള സ്കീം നടന്നു പോകുന്ന ഓപ്ഷൻ ഉള്ളൂ. അല്ല, ഇനി ഈ ഫ്ലൈറ്റ് മിസ്സായ ഒരു വഴിയുണ്ട്. ലാലേട്ടനെ വിളിച്ച് പ്രൈവറ്റ് ജെറ്റ് അയച്ചിരുന്നു ചോദിക്കാം. പ്ലീസ്, ഞാൻ ലാലേട്ടനും സായി നന്ദനയും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഫിനാലെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാലേട്ടനെ വിളിച്ചിട്ട് ലാൽ സാർ ഞങ്ങൾ പെട്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഈ കാറും കൊണ്ട് വിരിച്ചേട്ടൻ തിരിച്ചു നാട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവന്റെ ഫോണിനകത്ത് ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ട്, പക്ഷെ ആ സാധനം കറങ്ങുന്നു, വർക്ക് ആവുന്നില്ല. എന്റെ ഗൂഗിൾ പേ ഉള്ള സാധനം ഏകദേശം ഡെഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നന്ദനാണുള്ളത്. ഇപ്പൊ കാശുകാരിയാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ ഈ കാൽനട അല്ലാണ്ട് വേറെ ഒരു മാർഗം നമുക്കില്ല. ട്രെയിനിൽ പോകാനുള്ള ഓപ്ഷൻ ഇല്ല, ബസ്സിൽ പോകാനുള്ള ഓപ്ഷൻ ഇല്ല, ഒന്നും ഓപ്ഷനും ഇല്ല. മഞ്ഞ ക്ലാസ് കിട്ടി മഞ്ഞ ക്ലാസ് അങ്ങനെ. നന്ദനയ്ക്ക് എന്റെ ഐഫോണിലാണ് കണ്ണ്. അടിച്ച് താഴെട്ട് പൊട്ടിക്കാൻ. വ്ളോഗല്ലേ, കുഴപ്പമില്ല, നോ വറീസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ അടുത്ത പണി നോട്ടെ. ഞാൻ ഷെയ്ഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഹായ്, ഈ ഷെയ്ഡ്സ് ദിസ് വൺ എത്രയാ? ആ മതി. നോട്ടെ, ഇനിയുണ്ടോ യെല്ലോ ഷെയ്ഡ് വേറെ? നോട്ടെ, അത് തരുമോ? 1800 ഷെയ്ഡ്സ് വെച്ചോ. കൊള്ളാം. ഹലോ, എങ്ങനെയുണ്ട്?
നിനക്ക് യെല്ലോ ഷെയ്ഡ് ഇഷ്ടം? എനിക്ക് യെല്ലോ വേണം. രാത്രി നമ്മളെ ഫിനാലെ നടക്കുന്നത് രാത്രി സമയത്തല്ലേ? ലൈറ്റ് അത് കൊള്ളാം അല്ലേ? സെറ്റല്ലേ? കൊള്ളാം. അപ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞത് കൊണ്ട് ഇതുണ്ടല്ലോ, ഇത് കൊള്ളാലോ. പോളറൈസ്ഡാ? പോളറൈസ്ഡ് എന്തേ അനക്ക് വേണോ? അനക്ക് വേണോ? ശിശോ വേണോടാ? എടുത്തോ ആണെടുത്തോ എടുത്തോ. അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അല്ലേ സംഗതി. ഏത് ഫിനാലേക്കുള്ള പോക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. ഇനി ആൾക്കാർ ചോദിക്കും പോയില്ല. അതെ സത്യം. ഫുഡും കൂടിയും കഴിക്കുന്നു, മെല്ലെ ഇവിടുന്ന് പോകുന്നു. ഓക്കെ, ഇനി വയ്യ, തളർന്നു പോയി. കാരണം നമ്മൾ ഫ്ലൈറ്റ് മിസ്സായിട്ട് പിന്നെ കട്ട പോസ്റ്റ് ഒരുപാട് സമയം നിന്ന് കൊടുത്ത്. അത് മാത്രമല്ല നമ്മൾ ബിഗ് ബോസിൽ നമുക്ക് വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ ഇതിനെ കഴിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതി, ഇനി അവിടെ ഫുഡ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് എയർപോർട്ടിലെത്തിയിട്ട് ഏകദേശം 1 മണിക്കൂർ പിന്നെ റൂമിലേക്ക് പോകാനായിട്ടുള്ള യാത്രയുണ്ട്. ആ സമയത്ത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഫുഡ് വാങ്ങിച്ചു പോയി കഴിക്കേണ്ടി വരും. അതിനേക്കാളും നല്ല ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ഫുഡ് കഴിച്ച് പരിപാടി കൂടെ അവസാനിക്കുന്നത്. ഈ ഫ്ലൈറ്റ് മിസ്സാകാതിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം.